ഒരു ലോങ് വീക്കെൻഡ് വരാനിരിക്കുകയായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളെല്ലാം നാട്ടിൽ പോകാനോ അല്ലെങ്കിൽ ടൂർ പോകാനോ ഉള്ള പ്ലാനിലായിരുന്നു. ഞാനും വലിയ ആവേശത്തിലായിരുന്നു. കാരണം മനാലിയിലേക്കൊരു റോഡ് ട്രിപ്പാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അവിടെ നിന്നൊരു കാറ് വാടകയ്ക്കെടുത്ത് മനാലിയിലേക്ക് ഡ്രൈവ് ചെയ്യാനായിരുന്നു എൻ്റെ തീരുമാനം. മുൻപും ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്നത്. അത്യാവശ്യ സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്ത് ഞാൻ എയർപോർട്ടിലേക്ക് തിരിച്ചു. എൻ്റെ പേര് ഗൗതം, വയസ്സ് 32. ഒരു പ്രമുഖ കമ്പനിയിൽ സ്റ്റാഫ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. ഏകദേശം 5'10" ഉയരമുള്ള അത്ലറ്റിക് ശരീരപ്രകൃതിയുള്ള ഒരാളാണ് ഞാൻ. ഈ സംഭവം നടക്കുന്നത് ഞാൻ അവിവാഹിതനായിരുന്ന കാലത്താണ്. അന്ന് എനിക്ക് എന്തിനും ഏതിനും ഒരു പ്രത്യേക ധൈര്യമൊക്കെയുള്ള പ്രായമായിരുന്നു. ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിലായിരുന്നു യാത്ര. വിമാനത്തിൽ കയറിയ ഉടനെ ഞാൻ ഉറക്കത്തിലേക്ക് വീണു. ഡൽഹിയിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. ഏകദേശം 8 മണിയോടെ വാടകയ്ക്കെടുത്ത കാറുമായി ഞാൻ മനാലിയിലേക്ക് തിരിച്ചു. ഡൽഹിയിൽ നിന്ന് ഏകദേശം 10 മണിക്കൂർ യാത്രയുണ്ട്. രാത്രി ഭക്ഷണത്തിന് മുൻപ് കുറച്ചു ദൂരം പിന്നിടാമെന്ന് ഞാൻ കരുതി. വ്യൂ മിററിലൂടെ കാണുന്ന മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചും പാട്ടുകൾ പാടിയും ഞാൻ ആ യാത്ര ആഘോഷിച്ചു. രാത്രി 11 മണിയായപ്പോഴേക്കും ഞാൻ അംബാലയിലെത്തി. അവിടെ ഹൈവേയിലുള്ള ഒരു ധാബയിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ധാബയ്ക്കുള്ളിലേക്ക് കയറി. ആ നാടൻ അന്തരീക്ഷം ആസ്വദിക്കാൻ വേണ്ടി ഞാനൊരു കട്ടിലിൽ അഥവാ കോട്ടിൽ ഇരുന്നു ഭക്ഷണം ഓർഡർ ചെയ്തു. ധാബയിൽ നല്ല തിരക്കായിരുന്നു. അപ്പോഴാണ് മനാലിയിലേക്ക് പോകുന്ന ഒരു ടൂർ ബസ് അവിടെ വന്ന് നിന്നത്. അതിൽ നിന്ന് ഒരുപാട് യാത്രക്കാർ ഇറങ്ങി. എൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഒരു മുസ്ലിം കുടുംബം വന്നിരുന്നു. ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന ഒരാളും 40 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീയും ഒരു 10 വയസ്സുകാരൻ കുട്ടിയും പിന്നെ ബുർഖ ധരിച്ച മറ്റൊരു യുവതിയുമായിരുന്നു ആ സംഘത്തിൽ. ബുർഖ ധരിച്ച സ്ത്രീയുടെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ഭക്ഷണമെത്തി. ഞാൻ കഴിക്കാൻ തുടങ്ങി. ഇഴയ്ക്കറിയാതെ എൻ്റെ നോട്ടം ആ ടേബിളിലേക്ക് നീണ്ടു. അവിടെ ഇരിക്കുന്ന ആ യുവതിയെ കണ്ട് ഞാൻ ഒരു നിമിഷം സ്തബ്ധനായിപ്പോയി. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൾ മുഖത്തെ ആവരണം മാറ്റിയിരുന്നു. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിപ്പിക്കുന്ന അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടി. കണ്ണിന് കരിമഷിയും കൈകളിൽ മനോഹരമായ മൈലാഞ്ചി ഡിസൈനുകളും. മേക്കപ്പൊന്നുമില്ലെങ്കിലും അവളുടെ ആ സ്വാഭാവിക സൗന്ദര്യം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനറിയാതെ തന്നെ അവളെ നോക്കി നിന്നുപോയി. പെട്ടെന്നാണ് അവൾ തല ഉയർത്തിയത്. ഞാൻ അവളെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു. ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എങ്കിലും ഇടയ്ക്കിടെ അവളെ ഒളിഞ്ഞു നോക്കുന്നത് ഞാൻ തുടർന്നു. പലതവണ അവൾ എന്നെ പിടികൂടി. എൻ്റെ വെപ്രാളം കണ്ടവളൊന്ന് ചിരിച്ചു. അല്പം കഴിഞ്ഞ് കൈ കഴുകാൻ പോയപ്പോൾ അവളും അവിടെ ഉണ്ടായിരുന്നു. അവൾ എന്നെ നോക്കി ഒന്നുകൂടി ചിരിച്ചു. ഞാൻ വേഗം എൻ്റെ സീറ്റിലേക്ക് മടങ്ങി ബില്ല് കൊടുത്ത് പുറത്തിറങ്ങി. യാത്രയ്ക്കായി കുറച്ച് ചോക്ലേറ്റും കാപ്പിയും വാങ്ങാൻ അടുത്തുള്ള കടയിൽ പോയപ്പോൾ അവളും അവിടെ ഉണ്ടായിരുന്നു. അവൾ അവിടെ അവളുടെ ഹെയർ ക്ലിപ്പ് മറന്നുവെച്ചു. ഞാനത് കയ്യിലെടുത്തു അവൾക്ക് കൊടുക്കാൻ വേണ്ടി പിന്നാലെ ചെന്നു. ഹേയ്, നിങ്ങളിതവിടെ മറന്നുവെച്ചതാണ്. അവൾ മുഖത്തെ മറ മാറ്റി ചിരിച്ചുകൊണ്ടത് വാങ്ങി. താങ്ക് യു, അവൾ പറഞ്ഞു. ആ ബ്രൗൺ ബുർഖയ്ക്കുള്ളിലും അവളുടെ രൂപം അതിമനോഹരമായിരുന്നു. ഞങ്ങൾ പതിയെ സംസാരിക്കാൻ തുടങ്ങി. അവളുടെ പേര് റിഫാത്ത് എന്നായിരുന്നു. എനിക്കതേ പ്രായം തന്നെയായിരുന്നു അവൾക്കും. അവൾ നാസറിൻ്റെ 2ാം ഭാര്യയായി അടുത്തിടെ വിവാഹിതയായതാണ്. കൂടെയുള്ളത് അവളുടെ ഭർത്താവും മകനുമായിരുന്നു. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെക്കാൾ പ്രായം കൂടുതലാണല്ലോ, ഞാൻ സംശയത്തോടെ ചോദിച്ചു. അയാൾ സമൂഹത്തിൽ വലിയ നിലയും വിലയുമുള്ള ആളായതുകൊണ്ട് മാതാപിതാക്കൾ നിർബന്ധിച്ചു വിവാഹം കഴിപ്പിച്ചതാണെന്ന് അവൾ പറഞ്ഞു. ആ വിവാഹത്തിൽ അവൾക്ക് വലിയ താൽപ്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്കധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും സുന്ദരിയായ ഒരാൾ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ശരിയല്ല. നിങ്ങളെ ഭാര്യയായി കിട്ടുന്ന ആൾ ഭാഗ്യവാനായിരിക്കും. അത് കേട്ടപ്പോൾ അവൾ നാണത്തോടെ ഒന്ന് ചിരിച്ചു. ആ ചിരി എനിക്ക് ധൈര്യം നൽകി. ഞാൻ എൻ്റെ ഫോൺ നമ്പർ അവൾക്ക് നൽകി. എന്നെങ്കിലും സംസാരിക്കാൻ തോന്നിയാൽ വിളിക്കണം എന്ന് പറഞ്ഞു. ആരും കാണാതെ അവൾ ആ നമ്പർ വാങ്ങി. പെട്ടെന്ന് കാലാവസ്ഥ മാറി. അതിശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. കാഴ്ച മറയ്ക്കുന്ന തരത്തിലുള്ള പേമാരിയായിരുന്നു അത്. റോഡ് റിസ്ക് ആയതുകൊണ്ട് യാത്ര തുടരാൻ കഴിയില്ലെന്ന് ബസ് കണ്ടക്ടർ അറിയിച്ചു. ആ ധാബയ്ക്ക് മുകളിൽ താമസ സൗകര്യമുണ്ടായിരുന്നു. ഞാനും അവിടെ ഒരു റൂമെടുത്തു. റൂമിൽ കയറി ഫ്രഷായ ശേഷം ഞാൻ കയ്യിലുണ്ടായിരുന്ന ഒരു ബിയർ ക്യാൻ ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോഴാണ് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത്. അത് റിഫാത്തായിരുന്നു. ഈ മഴയത്ത് യാത്ര ചെയ്യുകയാണോ എന്നവൾ ചോദിച്ചു. ഞങ്ങൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങി.
സമയം രാത്രി 1 കഴിഞ്ഞിരുന്നു. ഞങ്ങൾ മനാലിയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും സംസാരിച്ചു. പ്രണയമുള്ള ഒരാളോടൊപ്പം മനാലിയിൽ സമയം ചെലവഴിക്കുന്നത് വലിയ കാര്യമാണ് എന്ന് ഞാൻ മെസ്സേജ് അയച്ചു. അല്പസമയത്തിനു ശേഷം അവൾ ചോദിച്ചു, "നിങ്ങളുടെ റൂം നമ്പർ എത്രയാണ്?" എൻ്റെ ഹൃദയമിടിപ്പ് കൂടി. ഞാൻ റൂം നമ്പർ അയച്ചു. 10 മിനിറ്റിനുള്ളിൽ വാതിലിലൊരു മുട്ട് കേട്ടു. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ഒരു ഷാൾ പുതച്ച റിഫാത്താണ്. അവൾ പെട്ടെന്ന് അകത്തേക്ക് കയറി. അവൾ ആ ഷാൾ മാറ്റി. ഒരു പച്ച നിറത്തിലുള്ള ലക്നോവി സ്യൂട്ടിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. ആ മുടിയിലെ മുല്ലപ്പൂവിൻ്റെ ഗന്ധം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് പ്രണയം എന്താണെന്നും ഒരാളോടൊപ്പം ചെലവഴിക്കുന്ന ആ രാത്രികൾ എങ്ങനെയാണെന്നും അറിയണം. ഒരുപക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ഒരേയൊരു രാത്രി ഇതായിരിക്കും. ഞാൻ അവളെ വാരിയെടുത്തു, ബെഡിലേക്ക് കടത്തി. ആ തണുത്ത AC മുറിയിൽ ഞങ്ങളുടെ ശരീരങ്ങൾ തമ്മിലുള്ള ചൂട് ഒരു പ്രത്യേക ഊർജം നൽകി. ഞങ്ങൾ പരസ്പരം പ്രണയത്തിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങി. ഗൗതം, ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ പരിഗണിച്ചതിനും ഇത്രയും സന്തോഷം നൽകിയതിനും നന്ദി. അവൾ അവളുടെ റൂമിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ആ ഓർമ്മകളിൽ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേന്നുണർന്നപ്പോഴേക്കും ആ ടൂർ ബസ് അവിടെ നിന്ന് പോയിരുന്നു. ഞാൻ എൻ്റെ യാത്ര തുടർന്നു. മണാലിയിലേക്കുള്ള എൻ്റെ ആ റോഡ് ട്രിപ്പിൽ റിഫാത്തുമായുള്ള ആ രാത്രി എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയായി മാറി.